ഹലോ ഫ്രണ്ട്സ്, മലമ്പുഴ KTDCയിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോകുന്ന വഴിക്ക് കഞ്ചിക്കോട് വഴി മലമ്പുഴയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം റിസോർട്ട്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം കാണാം. ഇത് ഫ്ലൂയിഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മലമ്പുഴയാണ്. അതിനുശേഷം നമുക്ക് കേന്ദ്ര വിദ്യാലയം, നിർമ്മല മത സ്കൂള് എല്ലാം നമ്മൾ ക്രോസ് ചെയ്തിട്ടാണ് കഞ്ചിക്കോട് നിന്ന് മലമ്പുഴയിലേക്ക് നമ്മൾ പോകുന്നത്. ധാരാളം ഹോട്ടൽസും റിസോർട്ട്സും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ പാലക്കാട് ഫുള്ള് റൗണ്ട് ചെയ്ത് നെല്ലിയാമ്പതി, പാലക്കാട് ഫോർട്ട്, മൈതാനം എല്ലാം കാണണം താല്പര്യമുള്ളവർക്ക്, കുറച്ച് ദിവസം നിൽക്കണം എന്ന് താല്പര്യമുള്ളവർക്കൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ് KTDC. അതല്ലാണ്ട് ധാരാളം 5 സ്റ്റാർ ഹോട്ടൽസ് എല്ലാം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഉണ്ട്. പക്ഷേ KTDC എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അഫോർഡബിൾ ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ KTDCയിലേക്ക് പോകുന്നത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ സ്റ്റേ ഉണ്ടെന്നാണ് പറയുന്നത്. 17 റൂംസ് ഉണ്ട്. പ്രൈം സുപ്പീരിയർ, പിന്നെ നോർമലായിട്ടുള്ള എക്സിക്യൂട്ടീവ് റൂംസ്. അതിൽ പ്രൈം സുപ്പീരിയറിന് 2500 എക്സിക്യൂട്ടീവിന് 2000 റേറ്റ്. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച്, ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. മലമ്പുഴയിൽ നിന്ന് കവർ റൂട്ടൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസാണ്. ഇതാ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഗാർഡൻ ഹൗസ്, KTDC ഗാർഡൻ ഹൗസ് എന്നാണ് പേര്. നമ്മൾ അഗസ്റ്റീൻ ടെക്സ്റ്റൈൽസൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ അഗസ്റ്റീൻ ടെക്സ്റ്റൈൽസ്, ഇതൊരു മില്ലാണെന്ന് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഗാർഡൻ ഹൗസിലേക്ക് പോകുന്നത്. നല്ല അഫോർഡബിൾ ആൻഡ് നമുക്ക് മലമ്പുഴ ഗാർഡൻസൊക്കെ കാണാൻ പറ്റും. ഹിൽ വ്യൂ ഉണ്ട്, ഗാർഡൻ വ്യൂ ഉണ്ട്. മലമ്പുഴയിൽ റോക്ക് ഗാർഡൻ, പിന്നെ ഫ്ലവർ ഷോ ഉള്ള സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതാ ഇവിടെയാണ് റൂംസൊക്കെ വരുന്നത്. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് എങ്ങനെയാണ് ഇവരുടെ സർവീസ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നല്ല വ്യൂ ആണ്. ഈ മലമ്പുഴ മലകളുടെയൊക്കെ വ്യൂവും ഡാമിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ധാരാളം കിട്ടുന്നുണ്ട്. KTDCയുടെ എൻട്രൻസ് ആണ് ഇത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ നിന്ന് ജസ്റ്റ് ആ ഹിൽസും ഒക്കെ നോക്കിയിട്ട്, ഇതാണ് കേട്ടോ ഫ്രണ്ട്. പിന്നെ ഉള്ളിലേക്ക് നമ്മൾ പോയി റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വെളിയിലേക്ക് വീഡിയോ എടുത്തതാണ്. നല്ല പിക്ചർ പെർഫെക്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡാമും ഡാം വ്യൂസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഡാമിൻ്റെ മേലെയുള്ള ഭാഗമാണത്. കണ്ണിന് കുളിർമ നൽകുന്ന ഒരു ഗ്രീനിഷ് ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ നിന്ന് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് നമുക്ക് മീൽസാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫിഷ്, ഡാമിൽ നിന്ന് പിടിച്ചിട്ടുള്ള ഫിഷ്, നെയ്മീൻ കറി, പിന്നെ അവിയൽ, ഉപ്പേരി, ചെറുപയർ ഉപ്പേരി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു, നല്ല സർവീസായിരുന്നു അവിടുത്തെ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വെളിയിൽ വന്നിട്ട് ഒന്ന് റിവ്യൂ ചെയ്യണം എന്നൊക്കെ മനസ്സിൽ ഗൂഗിളിൽ റിവ്യൂ എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ്. നല്ലൊരു ആംബിയൻസാണ്, നല്ല സ്ഥലമാണ് കേട്ടോ. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. പിന്നെ ഇതാ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ മലമ്പുഴ ഡാമിൻ്റെ മേലെയുള്ള ഭാഗമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, പക്ഷെ എന്നാലും നമുക്കിവിടെ വന്ന് നല്ല ഇഷ്ടപ്പെട്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഇടാമെന്ന് കരുതി ഇട്ടതാണ്. ഇവിടെ നിന്നൊക്കെ നമുക്ക് കുറച്ച് നേരം ഇവിടെയൊക്കെ നടന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ ഇവിടെ ഹിൽ വ്യൂ. കുറച്ച് നേരം നിന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇതാണ് ബാബുമല. ഇതവിടെ ഒരു വർക്ക് ചെയ്യാത്തൊരു വിൻമില്ലുണ്ട്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കിതൊക്കെ ഈ KTDCയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതൊക്കെ കാണാൻ പറ്റും. മലമ്പുഴയ്ക്ക് പോണ വഴിക്കുള്ള ആ റോഡും എല്ലാം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ
താഴെയുള്ള ഹിൽസും എല്ലാം നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ എല്ലാം പറ്റും. ആ 3 മലയിൽ നടുവിൽ കാണുന്ന മലയാണ് ബാവുമല. ഈ ഇടയ്ക്ക് ഒരാൾ മലൻ്റെ ഇടയിൽ പെട്ടിട്ട് പിന്നെ കുറേ റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് രക്ഷപ്പെടുത്തിയില്ലേ, അത് ഈ മലയായിട്ടാണ് വരിക. മലയിൽ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ മഴ എപ്പോഴാണ് പെയ്യാമെന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കാം. നല്ലൊരു ഭംഗിയുള്ള ആംബിയൻസുള്ള ക്ലൈമറ്റായിരുന്നു ഇത്. മഴ പെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന മേഘങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതാ കണ്ടില്ലേ, കാർമേഘങ്ങൾ വന്ന് മലേൻ്റെ മേലെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴൊന്നും മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ്, ഒരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ KTDCയിലേക്ക് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് കവ റൂട്ടൊന്ന് പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ച് കവ റൂട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മലമ്പുഴ റോക്ക് ഗാർഡനാണ് എൻട്രൻസാണത്. പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ ചെറിയ തട്ടുകടകളും ഇതേപോലെ കോഫി ഷോപ്സൊക്കെ പുതിയതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് നിർത്തിയിട്ട് ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കവ റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കവ. എലിഫൻറ്റ് ക്രോസിങ് സോൺസൊക്കെ ധാരാളം ഉണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. എലിഫൻറ്റ് ക്രോസിങ് സോണാണെന്ന് ബോർഡ് വെച്ച് അവിടെ നമ്മൾ വണ്ടി നിർത്താൻ പാടില്ല. കാറിലൊക്കെ ആണെങ്കിൽ അത്രയും പ്രിക്കോഷ്യസ് ആയിട്ട് നമ്മളവിടെ നിർത്താൻ പാടുള്ളൂ. ചില ഭാഗങ്ങളിൽ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആന വന്നിട്ടാണ് തോന്നുന്നുണ്ട് ചവിട്ടി മെതിച്ചിട്ട് അതെല്ലാം പോയി കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വീടുണ്ടായിരുന്നു. നല്ല ഷൂട്ടിംഗ് സ്പോട്ട് പോലത്തെ ഒരു വീട്.
അത് ഇപ്പോൾ പൊളിച്ചിട്ട് എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ആ വീട് വന്നിട്ടുണ്ടായിരുന്നത്. അത് പണി എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് ധാരാളം പുതിയ പുതിയ റിസോർട്ട് പോലെയുള്ള ബിൽഡിങ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇൻ ഫ്യൂച്ചർ അത് റിസോർട്ടാക്കാനായിരിക്കും പ്ലാൻ. കാരണം അത്രയും നല്ല ഫോറസ്റ്റ് പോലുള്ള സ്ഥലത്ത് നല്ലൊരു കാമായിട്ടുള്ള പ്ലസൻ്റ് അറ്റ്മോസ്ഫിയറുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ധാരാളം റിസോർട്ട്സൊക്കെ ഇനിയും വരും എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുണ്ട് മലമ്പുഴ കവ. Thank you for watching. Like, share and subscribe to our channel. Bye friends.